ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിതൊക്കെ തുടങ്ങുമ്പോൾ അപ്പം എന്നെ തപ്പി എൻ്റെ ചെറുത് വരും. അതാണ് ഒരു കാര്യം. അമ്മ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാനവിടെ എത്തും എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ വൈകുന്നേരമായി നമ്മൾ ചായ വെച്ചു. പിന്നെ ഇന്ന് നമ്മുടെ വിനോദത്തിൽ നിന്ന് ചെന്നൈക്ക് പോവുകയാണ്. 3-4 ദിവസമായിട്ട് വന്നിട്ട് മാസത്തിലാണ് നമ്മൾ വിനോദം വരാറ്. അപ്പോൾ വിനോദം പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വൈകുന്നേരത്തെ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ഇത്തവണ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിൻ്റെ ഒപ്പം നമുക്ക് മുട്ടക്കറിയും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഴിമുട്ടയും അതിനോടൊപ്പം തന്നെ ചെറിയ കാടമുട്ടയും കൂടിയിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഈ പെണ്ണ് ഇങ്ങനെ പരത്തുന്നത് സംഭവം. ഞാൻ പേപ്പർ നോക്കിയായിരുന്നു, പക്ഷേ എവിടെയും പേപ്പറൊന്നും കാണാനില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു കടലാസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൽ പരത്തി നോക്കാം പേപ്പറിന്. പക്ഷേ ഉപയോഗിച്ച് നോക്കിയപ്പോൾ പേപ്പറിനേക്കാളും കുറച്ചും കൂടി എളുപ്പം അങ്ങനത്തെ ഒരു കടലാസ് വെച്ചിട്ട് പരത്തുമ്പോഴാണ്. പിന്നെ പ്ലേറ്റിൽ വയ്ക്കും. എനിക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തുന്നതോടൊന്നും വലിയ താല്പര്യമില്ല. പേപ്പറിലാണ് എപ്പോഴും ചപ്പാത്തി പരത്തുന്നത്, ഉണ്ടാക്കി പരത്തുന്നത്. പക്ഷേ പേപ്പർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു കടലാസ് എടുത്തു. എൻ്റെ അടുത്ത് നമ്മുടെ വാമിക്കുട്ടി ഉണ്ട് കേട്ടോ. അവളുടെ സൗണ്ടാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും അത് വീഡിയോ എടുക്കുമ്പോഴും അവൾ എപ്പോഴും എന്നെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം നമുക്ക് പിന്നെ ഈ ചപ്പാത്തിൻ്റെ വട്ടം കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട കേട്ടോ. അതൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ കഴിക്കല്ലേ വേണ്ടുള്ളൂ. കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ അത് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ച് അമ്മയ്ക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ അമ്മ 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 വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചപ്പാത്തി അവൾക്കും കൂടി അതിൻ്റെ ഇങ്ങനെ ഉരുട്ടാൻ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ നീരും ഉണ്ടെങ്കിൽ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയും വരെ ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് നിന്ന് മാറത്തേ ഇല്ല. അങ്ങനെയാണ് 2 പേരും. അപ്പോൾ അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ പകരമാണ് ഇപ്പോൾ ഉള്ള വരവും പോക്കും എല്ലാം അതിൻ്റെ ഇടയിൽ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ബോൾസ് ഒന്നും ആക്കി അതൊക്കെ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ ഇപ്പോൾ കുറേ അടുത്ത് ബോൾസൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. എല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് വെക്കും. എന്നിട്ട് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ പരത്തി ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും വിനോദൻ സ്നാക്സ് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സാണ്. അത് പൊട്ടിക്കണമെന്ന് ഇവിടുന്ന് പോണ ദിവസമുണ്ട്. സംഭവം മറന്നു പോകണം. നീലോട്ടി വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. പക്ഷേ ഇന്നാണ്, അതായത് പോകുന്നതിൻ്റെ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പൊട്ടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വന്നത് എനിക്കും വിനോദനും. അങ്ങനെ നീലോട്ടി വന്ന് എന്നിട്ടാണിത് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. ബിങ്കു നല്ലൊരു ഫ്ലേവർ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ മുട്ടക്കറി ഞാനത് കുറച്ച് എണ്ണയിലിട്ടിട്ട് ചൂടാക്കി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടേ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കറിയിലിടുമ്പോൾ ഒരു ചെറിയൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ മുട്ടയ്ക്കിട്ട് അങ്ങനെ മുട്ടക്കറി സെറ്റായിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്ക് ഇച്ചിരി ഗ്രേവിയോട് അതായത് കുറച്ച് നല്ല തിക്കായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് ചാറ് പോലെയല്ല. അപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏട്ടനുള്ളത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള. അങ്ങനെ വിനോദൻ എല്ലാം പാക്ക് ചെയ്ത് ആളെ ഇറങ്ങി. ഇനിയിപ്പോൾ വിനോദൻ വരുന്നത് നെക്സ്റ്റ് മന്തായിരിക്കും, അടുത്ത മാസത്തേക്ക്. അങ്ങനെ എല്ലാ മാസവും 4 ദിവസം ലീവ് അതിനായിട്ടാണ് വിനോദം വരാറ് കേട്ടോ. അപ്പോൾ 2 പേരും ഇപ്പോൾ അച്ഛൻ പോകുന്നതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അയ്യോ ഓക്കെ. അപ്പോൾ അങ്ങനെ ബായൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തോടു കൂടി പോകേണ്ടത്. രാത്രിയാണ് ട്രെയിൻ കേട്ടോ. അപ്പോൾ ആൾ ടൗണ് വരെയാണ് വണ്ടി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.